ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇൻട്രോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വിഷു ആണ്, വിഷു 2024. അപ്പോൾ എൻ്റെ വിഷു എങ്ങനെയാണ് എന്നാണ് ഞാൻ ഈ ചെറിയ വീഡിയോ കൂടി കാണിക്കുന്നത്. അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേ ദിവസമാണ്. നമുക്ക് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരേ കടകൾ കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ കണിക്കൊന്ന കിട്ടിയില്ല. കണിക്കൊന്നൊക്കെ പകരം ഞാൻ പിന്നെ പ്ലാസ്റ്റിക് കണിക്കൊന്ന മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണിക്കൊന്ന നോക്കി, പക്ഷേ കിട്ടിയില്ല എവിടെയും. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച്, എല്ലാ സാധനങ്ങളും കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇതാക്കിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് പടക്കം മേടിക്കാനാണ്. പടക്കം മേടിക്കാൻ ഞങ്ങൾ പോയത് പറവൂരാണ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പടക്കം പോയി മേടിക്കണം. അതൊരു നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പറവൂരാണ് ഞങ്ങൾ പോണത്. അപ്പോൾ പറവൂരിൽ എൻ്റെ ഒപ്പം അനൂപുണ്ട്, വിഷ്ണുക്കുട്ടനുണ്ട്, ഹരിച്ചേട്ടനുണ്ട്, ഗോപുണ്ട്, അഖിലുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എനിക്കും മേടിക്കണം, ഇവർക്ക് എല്ലാവർക്കും വീട്ടിലേക്കും അവരുടെ ഓഫീസിലേക്കൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എടപ്പള്ളിയിൽ നിന്ന് നേരെ പോകുന്നത് പറവൂർക്കാണ്. അപ്പോൾ പറവൂർ എന്നിട്ടാണ് പടക്കം മേടിക്കണത്. എത്തി, ഇതാണ് പടക്കം. അപ്പോൾ ഇവിടെ ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെന്നു. പടക്കങ്ങളൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടും. വിലക്കുറവാണ്, നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ലാഭത്തിന് എടുക്കണം. ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ പർച്ചേസൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് പോകണം. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒരു 5000 രൂപയായുള്ളൂ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കുറച്ച് വൈകി. എന്നാലും രാത്രി ആയത് കാരണം ഞങ്ങൾ ആദ്യം തന്നെ ഇതാണ് പൊട്ടിച്ചത്. പക്ഷേ ഇതൊരു എന്താ പറയുക, അത്ര ഉദ്ദേശിച്ച് അത്ര എത്തില്ല. ഇവർ പറഞ്ഞ ഈ പൊക്കത്തിൽ നിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പൊട്ടും എന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പൊട്ടിയില്ല, നോർമലായിട്ട് തന്നെ പൊട്ടിയത്. 850 രൂപയാണ് ഈ ഒരു ബോക്സിന്. 24 എണ്ണം ഉണ്ടാവും. പക്ഷെ ഇത് പൊട്ടിച്ചപ്പോൾ കൂട്ടുകാരൻ്റെ തലയിൽ വീണ് അത് അവൻ്റെ മുടി വരെയും കത്തിപ്പോയി അവൻ്റെ തലയിൽ. അങ്ങനത്തെ ഒരു സംഭവം കണ്ടിരിക്കണം. ചിലത് താഴ്ത്തുനിന്ന് പൊട്ടുള്ളൂ, ചിലത് മാത്രമേ പൊക്കത്ത് പോയി പൊട്ടുള്ളൂ. ചിലപ്പോൾ താഴെ നിന്ന് അങ്ങോട്ട് പൊട്ടും. അത് പൊട്ടിയിട്ട് അവൻ്റെ തലയിൽ വീണിട്ട് അവൻ്റെ മുടി കരിഞ്ഞു പോയി. പിടിക്കുമോ? എന്നാ ഇങ്ങോട്ട് ഓടി വന്ന് ഇവിടെ കത്തരുത്. എന്താടാ അങ്ങനെ ഓവർനൈറ്റ് ഞങ്ങൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് പടക്കം പൊട്ടിച്ചത്. അപ്പോൾ അത്രയും ഗുണ്ടും ഓലപ്പടക്കമൊന്നും പൊട്ടിക്കാൻ പറ്റിയില്ല. ഒച്ചയില്ലാത്ത പടക്കങ്ങൾ മാത്രമേ പൊട്ടിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കണി ഒരുക്കാനാണ്. അപ്പോൾ തലേ ദിവസം കണിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം ഉറങ്ങാൻ. എന്നിട്ട് രാവിലെ എണീറ്റ് കണി കാണണം. അപ്പോൾ ഞാനാണ് എപ്പോഴും കണി വെക്കാറ്. ഞാനപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാണ്.
അങ്ങനെ കണിയൊക്കെ ഓൾമോസ്റ്റ് ഒരുവിധം സെറ്റായി. ഇനി കുറച്ച് പണിയും കൂടി ഉള്ളൂ. അപ്പോൾ നാളെ രാവിലെയാണ് കണി കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ കണിയൊക്കെ എല്ലാം ഓൾമോസ്റ്റ് റെഡിയാക്കി. ഇനി കുറച്ച് പണിയും കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതാക്കും. പിന്നെ അമ്മൂമ്മയാണ് രാവിലെ എണീറ്റ് കണി കാണിക്കാൻ നമ്മളൊക്കെ വിളിച്ച് എണീക്കണത്. പക്ഷേ ഞാൻ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് വൈകിപ്പോയി, കണിയൊന്നും കാണാൻ പറ്റിയില്ല. ഇതാണ് ഞാൻ വിഷുവിന് ഇട്ട അറ്റയർ. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ഒരു 9 മണി 9:30 ആയി. ആ ടൈമിലൊന്ന് കുളിച്ച് റെഡിയായി വന്നപ്പോഴാണ് കണിയൊക്കെ കഴിഞ്ഞു. എന്നെ വിളിച്ചെന്ന് തോന്നണം, ഞാൻ എണീറ്റില്ല. അപ്പോൾ ഇതായി. പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി. ഞാൻ എപ്പോഴും പോകണം, എൻ്റെ ഫേവറേറ്റ് അമ്പലമാണ് എടപ്പള്ളി ഗണപതി അമ്പലം. ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് എല്ലാവർക്കും വിഷു കൈനീട്ടം, വീട്ടിലുള്ളവർക്കെല്ലാം വിഷു കൈനീട്ടം കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനും എൻ്റെ ആൻറ്റിക്കും അവർക്കൊക്കെ വിഷു കൈനീട്ടം കൊടുക്കും. അവർ എനിക്കും തരും. അങ്ങനെ വിഷു കൈനീട്ടം കൊടുക്കണമായിരുന്നു. നിനക്ക് വേണ്ടെന്നാ പറഞ്ഞ എല്ലാവളും നീ വിളിച്ചപ്പോൾ ഇവനെ വേണ്ടെന്നല്ലേ പറഞ്ഞ. അപ്പോൾ അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് നമ്മൾ വിഷുസദ്യ കഴിക്കാൻ. അപ്പോൾ കസിൻ്റെ വീട്ടിലായിരുന്നു വിഷുസദ്യ. അതായത് ഞങ്ങളുടെ ഒറ്റ കോമ്പൗണ്ടിൽ തന്നെയാണ് ഞങ്ങളുടെയും കസിൻ്റെയും വീട്, രണ്ടും സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അവിടെയായിരുന്നു ഈ പ്രാവശ്യത്തെ വിഷുസദ്യ. അങ്ങനെ വിഷുസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. അപ്പോൾ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.